പുതുതലമുറയിലുള്ള സഹോദരിമാർ സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ മഹബത്ത് വെക്കേണ്ടത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം വെക്കാൻ പറഞ്ഞ മഹതിമാരെയും മഹത്തുക്കളെയുമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൻ്റെ ഭാഗമാണ് അഹ്ലുബൈത്തിനെ മഹബത്ത് വെക്കുക എന്നുള്ളത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നി താരിക്കും ഫീക്കും അസ്സഖലൈൻ മാ ഇൻ തമസ്സക്തും ബിഹിമാ ലൻ തളില്ലു കിതാബല്ലാഹി വഇത്റതിഹി. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഭാരമുള്ള രണ്ട് വസ്തുക്കളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് എൻ്റെ അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞ വാചകമുണ്ട്, ഹ ഉലാഇ അഹ്ലുബൈത്തി, ഇവരാണ് എൻ്റെ അഹ്ലുബൈത്ത്. അവരെ മഹബത്ത് വെക്കണം, അവരെ തമസ്സുക്ക് ചെയ്യണം എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അവരെ മഹബത്ത് വെക്കുന്നിടത്തോളം കാലം നിങ്ങളാരും പിഴക്കില്ല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മുമ്പിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അഹ്ലുബൈത്തിലൂടെ അവർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുമ്പിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ എങ്ങനെ മഹബത്ത് വെക്കുന്നുവോ, എങ്ങനെ കാണുന്നുവോ, അതുപോലെ അഹ്ലുബൈത്തിനെയും നമ്മൾ കാണാൻ തയ്യാറാവണം എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. സിലത്തു അഹ്ലി ബൈത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർബത്തുൻ മുസ്തഹബ്ബത്തുൻ ബിൽ ഇജ്മാഇ കമവദ്ദതിഹിം വമഹബ്ബതിഹിം. മഹാന്മാരായ ഫുഖഹ രേഖപ്പെടുത്തി, അഹ്ലുബൈത്തിനോട് നല്ല ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞത് അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്തായ കാര്യമാണ്. അവരെ മഹബത്ത് വെക്കലും അവരോട് സ്നേഹം കാണിക്കലും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.